ഹലോ ഫ്രണ്ട്സ്, അബാഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റോട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റ്. കം. അപ്പോൾ മച്ചന്മാരെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൽ ആരൊക്കെ ഇതിലുണ്ടാവും, ആരൊക്കെ സെലക്ട് ആവും, അല്ലെങ്കിൽ ആരൊക്കെ ബിഗ് ബോസ് വിളിച്ചതിന് ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് ചെല്ലും, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ പറഞ്ഞവരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. മിക്കവാറും ഇവരൊക്കെ തന്നെ ആയിരിക്കൂടെ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് ശ്രീലക്ഷ്മി അറയ്ക്കൽ. പുള്ളിക്കാരത്തിനെ അറിയാമായിരിക്കുമല്ലോ. ശ്രീലക്ഷ്മി അറയ്ക്കൽ ആരാന്ന് അറിയാമായിരിക്കുമല്ലോ, ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഒരു തീ പറഞ്ഞടിയൊക്കെ അവിടെ കാണാം. അടുത്തത് ഫോട്ടോഗ്രാഫറാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, ഷാലു പയ്യാട്. നമ്മുടെ റോബിനായിട്ടുള്ള കേസിലൊക്കെ നല്ലപോലെ വൈറലായ വ്യക്തിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ നല്ല രീതിയിൽ തന്നെയുള്ളൊരു അംഗം കാണാൻ നമുക്ക് കഴിയും. അടുത്തത് ഒരു ഇൻസ്റ്റാഗ്രാമറാണ്, പ്രവീൺ. പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല, ഒരു ഇൻസ്റ്റാഗ്രാമറാണ്. പിന്നെ നമ്മുടെ മല്ലു ജോഡി യൂട്യൂബറായിട്ടുള്ള മുകേഷ് എം നായർ. പുള്ളിക്കാരൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം പുള്ളിക്കാരനും ഉണ്ട്. അടുത്തതായിട്ട് ബ്യൂട്ടി ബ്ലോഗർ ജാസ്മിൻ ജാഫർ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അടുത്തത് നമ്മളെ ചിരിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ആറാട്ടെണ്ണൻ ഉണ്ട് കേട്ടോ. ആറാട്ടെണ്ണൻ അവിടെ ഒരു തീ പാറിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം. പുള്ളിയുടെ മൈൻഡ് ഗെയിം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അടുത്ത ട്രാൻസ്ജെൻഡർ ലിസ്റ്റിൽ നമുക്ക് 3 പേരുണ്ട്. അതിലാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ 3 പേര് ആരൊക്കെയാണെന്നതിൽ ഞാൻ പറയാം. അമേയ, റിയ ഇഷ, ഹൈദി സാദിയ. ഇവർ 3 പേരുമാണ് ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ നിന്ന് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ BB റിവ്യൂവർ, എല്ലാ പ്രാവശ്യത്തെയും BB റിവ്യൂവറായിട്ടുള്ള ഡോക്ടർ രേവതി ഇപ്രാവശ്യം ബിഗ് ബോസിലുണ്ട്. അപ്പം റിവ്യൂവറായിട്ടുള്ള രേവതി എങ്ങനെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ കളിക്കുന്നത്, അല്ലെങ്കിൽ ആ കളി എങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് കണ്ടറിയാം. പിന്നെ അനുഷ നായർ, നമ്മുടെ റൈഡർ ഗേൾ മോഡൽ. പുള്ളിക്കാരത്തി മോട്ടിവേഷൻ ആയിട്ടുള്ള, അതായത് ഭയങ്കര നല്ല രീതിയിൽ മണ്ണൊക്കെ കുറച്ചിട്ട് മോട്ടിവേഷൻ ആയിട്ട് ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരത്തി ഇപ്രാവശ്യം ഉണ്ട്. അടുത്തത് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അൻഷിത അഞ്ചി, നമ്മുടെ ഏതാണ് കൂടെവിടെ സീരിയലില്ലേ, അതിനകത്തെ ഹീറോയിൻ്റെ വേഷം ചെയ്ത പുള്ളിക്കാരത്തി. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ, പുള്ളിക്കാരനുണ്ട്. നല്ല അടിപൊളി കണ്ടസ്റ്റൻ്റാണ് ഇതുവരെ വന്നിട്ടുള്ളതെല്ലാം. നല്ല അടിപൊളി ഗെയിം നമുക്ക് കാണാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ അടുത്തത് ഡാൻസിങ് സ്റ്റാർസിലെ അമൃത, നയന, അന്ന. ഇവർ 3 പേരിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ തോന്നുന്നത്. നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഇവരിൽ 3 പേരിൽ ഒരാൾ കാണും. അടുത്തത് സീതാ കല്യാണം സീരിയലിൽ. സീത ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ സീതാ കല്യാണം സീരിയലിൽ ഓരോ ആക്ടറും ഓരോ സീസണിലും ഉണ്ട്. അനൂപ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ അതിലെ ഹീറോയിൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും ജിത്തു വേണുഗോപാൽ പുള്ളിക്കാരനുണ്ട്. അടുത്തത് അഭിഷേക് ശ്രീകുമാർ പുള്ളിക്കാരൻ ഒരു അഡാർ മാംഗല്യം എന്ന് പറയുന്നൊരു അനുമോളൊക്കെ ഉണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അതിന് 6 ലക്ഷത്തി സംതിങ് വ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രണയമൊക്കെ മിക്കവാറും പ്രതീക്ഷിക്കാം കേട്ടോ ഇപ്രാവശ്യം. അതെല്ലാ പ്രാവശ്യം ഉണ്ട്, എന്തായാലും ഇപ്രാവശ്യം നല്ലൊരു പ്രണയമൊക്കെ ഇതിൽ കാണാൻ പറ്റും. അടുത്തത് ആങ്കർ ആൻഡ് മോഡൽ ഇന്ദുലക്ഷ്മി. അടുത്ത ആള് സാറ. പുള്ളിക്കാരി എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ പുള്ളിക്കാരിയെ കുറിച്ച്. പിന്നെ നമ്മുടെ തൊപ്പി. അപ്പോൾ അടിപൊളി കണ്ടസ്റ്റൻ്റ് ആട്ടോ, ഒന്നും പറയില്ല. ഇപ്രാവശ്യം എന്തായാലും പൊളിക്കും. അടുത്തത് നമ്മുടെ പാർവതി ബാബു ഉണ്ട്. പിന്നെ ഡയാന ഹമീദ്, പുള്ളിക്കാരത്തുണ്ട്, സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള ഡയാന ഹമീദ് ഉണ്ട്. പിന്നെ മാല പാർവതി ഉണ്ട്. പിന്നെ നമ്മുടെ ഉപ്പുമുളകിലൊക്കെ അശ്വതി പുള്ളിക്കാരത്തുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ കുറേ പേരുള്ള ലിസ്റ്റിൽ നിന്നാണ് ഇത്രയും പേരെ നമുക്ക് ഷോർട്ട് ലിസ്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ ഭൂരിഭാഗം പേരും കാണാൻ തന്നെയാണ് ചാൻസ്, ഇവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവരിൽ ആരൊക്കെ ആ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് ചെല്ലും, ഇനിയുള്ളതിൽ ആരൊക്കെ സെലക്ട് ആവും എന്നാണ് നമുക്കറിയാൻ കഴിയാത്തത്. എന്തായാലും നല്ലൊരു കിഡ്ലൻ അടിപൊളി ഗെയിമായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. ഇപ്രാവശ്യം നല്ല കണ്ടസ്റ്റൻ്റൊക്കെയാണ്. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്ന എല്ലാവരും കാത്തിരിക്കുന്ന മലയാളത്തിലെ വമ്പൻ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ഈ പ്രോഗ്രാമിൽ ഇപ്രാവശ്യം അടിപൊളി തീ പാറുന്ന കളി തന്നെ നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ.